ഷിനോജ് ഷംസുദ്ദീനിലേക്കാണ്. ഷിനോജ്, രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷം നടക്കുകയാണ്. ആ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ദുബൈയിൽ വലിയ സ്വീകരണമാണ് നൽകിയത്. പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എന്തൊക്കെ പരിപാടികളാണ് ദുബായ് ഒരുക്കിയിരിക്കുന്നത് ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട്? ദേശീയ ദിനാഘോഷത്തിനാണ് UAE തയ്യാറെടുക്കുന്നത്. വിവിധ എമിറേറ്റുകൾ ചേർന്ന് ഒരു രാജ്യമായി ചേർന്നതിൻ്റെ വാർഷികമാണ് UAE യൂണിയൻ ഡേ അഥവാ ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് UAE ഇടത് കൂട്ടായ്മ ഓർമ്മ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളോത്സവം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പതിനായിരങ്ങൾ 2 ദിവസങ്ങളായി പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കേരളോത്സവം. ഇത്തവണ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നു, മുഖ്യാതിഥിയായി തന്നെ എത്തിച്ചേർന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ മാസം മുതൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ്. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിൻ്റെ സമാപനമാണ് ദുബൈയിൽ നടന്നത്. വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. മുഖ്യമായും മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടെ തുടർഭരണത്തിലും കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ്, കേരളത്തിലുണ്ടായ വികസനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അതേപോലെ UAE തലസ്ഥാനമായ അബുദാബിയിലും നടത്തിയ പ്രസംഗത്തിൻ്റെ അതേ രൂപം തന്നെയാണ് ഇവിടെയും അദ്ദേഹം കാര്യങ്ങൾ എണ്ണി പറഞ്ഞത്. പ്രത്യേകിച്ച് കിഫ്ബിയുടെ കാര്യത്തിൽ ഇന്ന് ED നോട്ടീസ് നൽകിയ ഒരു സാഹചര്യമുണ്ട്. കിഫ്ബിക്ക് ധനസമാഹരണം നടത്തിയതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന തരത്തിൽ ഒരു നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ അദ്ദേഹം അതിന് മറുപടി നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടി എന്നുള്ള നിലയ്ക്കല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.5 ലക്ഷം കോടി രൂപ പശ്ചാത്തല വികസനത്തിനായി കേരളത്തിൽ കിഫ്ബി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അതായത് ഹൈവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകിയതിന് ഏകദേശം 6500 കോടി രൂപ കേരളത്തിന് പിഴ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ആ പിഴ അടച്ചതും കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. പ്രവാസികളും അതേപോലെ പ്രവാസി മേഖലകളിലും ഈ സർക്കാർ നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിച്ചത്. അതേപോലെ നവകേരളത്തിനായി എല്ലാവരും തയ്യാറെടുക്കുക, കൈകോർക്കുക എന്നുള്ളൊരു ആഹ്വാനവും അദ്ദേഹം നടത്തിയിരുന്നു. അതിനിടയിൽ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ MA യൂസഫലി ഒരു 3ാം ഊഴം മുഖ്യമന്ത്രിക്ക് ആശംസിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി വീണ്ടും മുഖ്യമന്ത്രിയായി തന്നെ ഈ വേദിയിൽ എത്തും എന്നൊരു അതിനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് MA യൂസഫലിയുടെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം എനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മന്ത്രിയുടെ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ എന്നോട് പലരും ചോദിക്കും, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താ? ഞാൻ പറഞ്ഞു, കച്ചവടക്കാരന് കച്ചവടം ചെയ്യലാണ്, ഞാൻ രാഷ്ട്രീയത്തിലില്ല. കാരണം അവർ ചെറിയ കാലം മുതൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും വളർത്തിക്കൊണ്ടുവരുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ചവരാണ്. അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും ഈ രാജ്യങ്ങളിൽ വരുമ്പോൾ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കേണ്ടവരാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നാലും ശരി, വേറൊരു രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും അതേ സ്നേഹവും ബഹുമാനവും ആദരവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാലും ഇതേ ബഹുമാനവും ആദരവുമാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ പ്രവാസികളാണ്. ഷിനോജ് വീണ്ടും ചേരുന്നുണ്ട്. ഷിനോജ്, ഇതാണ് മലയാളികളുടെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിയെ
പുകഴ്ത്തിക്കൊണ്ട് MA യൂസഫ് അലി നടത്തിയത്. അപ്പം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു പുകഴ്ത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രവാസികൾ അതെങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്? എങ്ങനെയായിരുന്നു അവിടുത്തെ സദസ്സ് അതിനെ സ്വീകരിച്ചത്? മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ പ്രവാസി സംഘടനയായ KMCCയും അതേപോലെ തന്നെ ഇൻകാസും ഈ പരിപാടികൾ ബഹിഷ്കരിക്കാനായി ആഹ്വാനം ചെയ്തിരുന്നു. തുറന്ന ജീപ്പിൽ ഒരു പര്യടനത്തിന്റെ അതേ ഫീല് നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്നലെ UAE മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ UAE മന്ത്രിമാർ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് അവിടെ തന്നെ വെച്ച് പറയുകയും അതിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യവും മുഖ്യമന്ത്രി പങ്കുവച്ചു. അതിനുശേഷമാണ് ഈ UAEയും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും കേരളത്തിന് നൽകിയ പിന്തുണ അദ്ദേഹം എണ്ണി പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് പ്രവാസികൾ മലയാളികൾക്ക് നേടിക്കൊടുത്ത ഒരു അംഗീകാരമാണ്. തനിക്കിവിടെ ലഭിക്കുന്ന സ്വീകരണം പോലും പ്രവാസികൾ നേടിക്കൊടുത്ത ഒരു അംഗീകാരത്തിന്റെ പ്രതിഫലനമാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അക്കാര്യങ്ങളെ വിശദീകരിച്ചത്. ഇനിയും UAEയിൽ നിന്ന് കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി ശരി, ഷിനോ ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി മടങ്ങി വരുമെന്നൊക്കെയുള്ള MA യൂസഫ് അലി അദ്ദേഹം തനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും താൻ ഒരു കച്ചവടക്കാരൻ മാത്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു നടത്തിയിരുന്നത്. UAEയുടെ ദേശീയ ദിനം ആഘോഷിക്കുന്നതിനിടയിലാണ് പ്രവാസികൾ ഒരുക്കിയ സ്വീകരണത്തിലായിരുന്നു ആ പ്രസംഗം ഉണ്ടായിരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഷിനോ ഷംസുദ്ദീൻ നൽകിയത്. ഇനി സൗദി വാർത്തകളിലേക്കാണ്. അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് ലബനാനുമായ ഒരു സഹകരണത്തിനാണ് സൗദി അറേബ്യ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായി ഉണ്ടായിരുന്ന എതിർപ്പിനെ തുടർന്നുള്ള വിഷയങ്ങളാണ് നേരത്തെ ഈ ബന്ധം വഷളാക്കിയിരുന്നത്. ലബനാനുമായി അടുക്കുന്നതിനിടെ ഇറാനുമായുള്ള കൂടുതൽ സഹകരണവും സൗദി തേടുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഈ സഹകരണത്തിന് സൗദി ഒരുങ്ങുകയാണ്. ഇറാനുമായിട്ട് കൂടുതൽ സഹകരണമൊക്കെ ആകാം എന്നുള്ളതിലേക്ക് സൗദി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്? വിശദാംശങ്ങൾ. കഴിഞ്ഞ ഈ 15 വർഷത്തിലേറെയായുള്ള ലെബനോനുമായുള്ള വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സൗദി അറേബ്യ ലെബനോനുമായി സഹകരണത്തിലേക്ക് നീങ്ങുന്നത്. ഇതിനു മുന്നോടിയായുള്ള വിവിധ ചർച്ചകൾക്ക് സൗദി തലസ്ഥാനമായ റിയാദും ഒപ്പം തന്നെ ലെബനോനിലെ ബൈറൂത്തുമെല്ലാം വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളിലെയും വിവിധ മന്ത്രിമാർ പല തവണകളായി എത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലെബനോന്റെ നിയുക്ത പ്രസിഡന്റ് ഇടക്കാല ഭരണകൂടത്തിന് ശേഷം വന്ന നിയുക്ത പ്രസിഡന്റ് സൗദി അറേബ്യയിലേക്ക് ഇതിനിടയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലെബനാനിൽ നിന്നുള്ള ഉപരോധങ്ങളടക്കം ലെബനാനിലേക്കുള്ള പരിഷ്കരണം ഉൾപ്പെടെ പതിയെ നീക്കുവാനുള്ള ശ്രമം സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒപ്പം തന്നെ ലെബനോനിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനോനിലെ മന്ത്രിമാർ സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സൗദിയിലെ മന്ത്രിമാരും ഇതിനിടയിൽ ലെബനോനിലേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർശനം സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരന്റേതായിരുന്നു. കാരണം 15 വർഷത്തിന് ശേഷമായിരുന്നു ഒരു സൗദിയുടെ വിദേശകാര്യമന്ത്രി ലെബനോനിലേക്ക് സന്ദർശനം നടത്തിയത്. ലെബനോനുമായുള്ള രാഷ്ട്രീയ ഭിന്നത ഏറ്റവും രൂക്ഷമാകുന്നത് 2006 ശേഷമാണ്. അതുവരെ സൗദി അറേബ്യ മികച്ച സഹകരണത്തിലാണ് ലെബനോനുമായി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഇസ്രായേലുമായ യുദ്ധത്തിന് ശേഷം ലെബനോന് വേണ്ടി വലിയ തോതിലുള്ള സാമ്പത്തിക പിന്തുണ സൗദി അറേബ്യ നൽകിയിട്ടുണ്ട്. അവരുടെ സെൻട്രൽ ബാങ്കിന് സഹായം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇത് തൊട്ട് പിന്നാലെ ഉണ്ടായൊരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ലെബനോനിൽ ഹിസ്ബുള്ളയുടെ ഉദയമായിരുന്നു. ഇതിന് പിന്നാലെ രാഷ്ട്രീയപരമായ ഭിന്നതകൾക്കൊപ്പം തന്നെ വിവിധ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലെബനോനുമേൽ ഘട്ടം ഘട്ടമായി സൗദി അറേബ്യയുമായുള്ള അകൽച്ചയ്ക്ക് തുടക്കമാകുന്നത്. ഇതിൽ തന്നെ ലെബനോനിൽ നിന്നും വലിയ തോതിൽ സൗദി അറേബ്യയിലേക്ക് എത്തിയ മയക്കുമരുന്നും ഇത് ലെബനോൻ അതിർത്തിയിൽ വെച്ച് തടയുന്നതിൽ ലെബനോന്റെ സുരക്ഷാ വിഭാഗത്തിലുണ്ടായ വീഴ്ചയുമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലെബനോനിൽ നിന്നുള്ള വലിയ തോതിലുള്ള പച്ചക്കറിയുടെയും ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങളുടെയും നിരോധനം സൗദി അറേബ്യ കൊണ്ടുവരുന്നത്. ലെബനോന്റെ ഏതാണ്ട് 56% കയറ്റുമതി നടക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കാണ്. സ്വാഭാവികമായിട്ടും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഈ ലെബനോന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചതോടുകൂടി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഈ രാഷ്ട്രത്തിന് ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് കാർഷിക മേഖല. കാരണം ഈ സൗദിയിലേക്ക് എത്തുന്ന വിവിധ പഴവർഗ്ഗങ്ങൾ, അതിൽ പ്രത്യേകിച്ച് റുമാൻ ഉൾപ്പെടെയുള്ള പഴങ്ങൾക്കകത്ത്
മയക്കുമരുന്ന് കടത്തിയ സംഭവമാണ് ഈ ഉപരോധങ്ങൾക്ക് കാരണമായി, ബഹിഷ്കരണത്തിന് കാരണമായി മാറിയത്. ഇതോടുകൂടി അന്നു മുതലുള്ള ഉപരോധം ഇപ്പോഴും ആ നിലക്ക് തുടരുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും ഇത് നീങ്ങണമെങ്കിൽ ഈ തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർത്തിയാകേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഇറാനുമായുള്ള ലബനോനിലെ ഹിസ്ബുള്ളയുടെ ബന്ധമെല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ട്. യമൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യക്കെതിരെ ലബനോന്റെ മന്ത്രി നടത്തിയ പ്രസ്താവനയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിലേക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. 2015 മുതൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം വഷളാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള അയൽക്കാർ മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങൾ ഇവരുമായി മികച്ച ബന്ധത്തിലേക്ക് പോവുക എന്നതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പോളിസി. കാരണം സൗദി അറേബ്യ മുന്നിൽ കാണുന്ന വിഷൻ 2030ന്റെ ഭാഗമായിക്കൊണ്ട് മേഖലയിൽ സുസ്ഥിരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായും മികച്ച ബന്ധം ഉണ്ടാകണമെന്ന് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിരുന്നു ഇറാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത്. ഇറാന്റെ ഒരു ഭാഗം കൂടിയാണെങ്കിൽ ഇറാൻ പിന്തുണയുള്ള വിഭാഗം കൂടിയാണ് ഹിസ്ബുള്ള എന്ന സൗദി അറേബ്യ നിരന്തരം ആരോപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഹിസ്ബുള്ളയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ഈ ഇസ്രായേലുമായി യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ള ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രതിരോധ നിലയിലേക്ക് പൂർണ്ണമായിട്ടും ചുരുങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ട ലബനനുമായി മികച്ച ബന്ധത്തിലേക്ക് പോവുക എന്നതാണ് സൗദി അറേബ്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനുമായും ഒപ്പം തന്നെ സമാന്തരമായി കൊണ്ട് ചർച്ചകൾ സൗദി അറേബ്യ നടത്തുന്നുണ്ട്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് സൗദിയിൽ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇതിന് പിന്നാലെ സൗദി മന്ത്രി തന്നെ സൗദിയുടെ രാഷ്ട്രീയ കാര്യ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഇറാനിലെത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മേഖലയിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുമായും മികച്ച ബന്ധത്തിലേക്കും അന്തരീക്ഷത്തിലേക്കും പോകുക എന്നതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പോളിസി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലബനാനുമായുള്ള ബന്ധവും പുനഃസ്ഥാപിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട വ്യാപാര മേഖലയിലേക്കും ഒപ്പം തന്നെ സഹകരണത്തിലേക്കും നീങ്ങാനിരിക്കുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സപ്തപരവുമാനാണ് വിശദാംശങ്ങൾ നൽകിയത്. എണ്ണ ഇതര കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടവുമായി സൗദി അറേബ്യ. ആകെ കയറ്റുമതി 51,500 കോടി റിയാലായി ഉയർന്നു. 13% വളർച്ചാ നിരക്ക്. രാജ്യത്ത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എണ്ണവില ആഗോളതലത്തിൽ ഇടിയുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതികൾ. രാജ്യത്തെ എണ്ണയിതര കയറ്റുമതി 51,500 കോടി റിയാലായി ഉയർന്നുവെന്നാണ് കണക്ക്. 13% വളർച്ചാ നിരക്ക്. വ്യവസായ മന്ത്രി ബന്ദർ ബിൻ ഇബ്രാഹിം അൽ ബുറൈഖ് സ്വകാര്യ മേഖലാ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 66 രാജ്യങ്ങളിലായി 1814 കയറ്റുമതിക്കാർ കയറ്റുമതി വികസന അതോറിറ്റിയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 108 പുതിയ കയറ്റുമതി കരാറുകൾക്കും ധാരണയായി. രാജ്യത്ത് എണ്ണ വിലയിടിവ് തുടരുകയാണ്. $60 ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. സമീപകാലത്തെ റെക്കോർഡ് വിലയിടിവാണിത്. എണ്ണ വിലയിടിവ് നേരിടുന്നതിന്റെ ഭാഗമായാണ് എണ്ണയിതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സൗദിയുടെ പദ്ധതികൾ. ഇഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം ഡിസംബർ 15 പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനായി വധശിക്ഷ, ദീർഘകാല തടവ്, കനത്ത പിഴ എന്നിവ ഉൾപ്പെടുത്തി നിയമം കർശനമാക്കിയെന്ന് അധികൃതർ അറിയിച്ചു. മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും തടയുന്നതും ഉപയോഗവും കടത്തും നിയന്ത്രിക്കുന്നതുമാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ഡ്രഗ് കൺട്രോൾ ഡയറക്ടറേറ്റ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഗബസാഡ് പറഞ്ഞു. മെഡിക്കൽ ആവശ്യത്തിനുള്ള മരുന്നുകൾക്കും കർശന നിയന്ത്രണവും നിരീക്ഷണവും ഏർപ്പെടുത്തും. മയക്കുമരുന്നുമായി ഒമാനിലേക്ക് പ്രവേശിച്ച 3 ഏഷ്യൻ പൗരന്മാർ പിടിയിൽ. ഗുറയാത്തിൽ കടൽ തീരത്ത് ഒളിപ്പിച്ചു വെച്ച ക്രിസ്റ്റൽ മെത്ത്, ആഷിഷ് എന്നിവയടങ്ങുന്ന മയക്കുമരുന്ന് ശേഖരം പോലീസ് കണ്ടെത്തി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ സഹായത്തോടെയാണ് സംഘം പ്രവർത്തിക്കുന്നതെന്ന് ആരോപി അറിയിച്ചു. 3 ഏഷ്യൻ പൗരന്മാരാണ് മയക്കുമരുന്നുമായി ഒമാനിൽ പിടിയിലായത്. ബുറൈമി ഗവർണറേറ്റ് വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച ഇവർ ഗുറിയാത്ത് വിലായത്തിലെ കടൽ തീരത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു മയക്കുമരുന്നുകൾ. ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ് എന്നിവയുടെ ശേഖരമാണ് പോലീസ് കണ്ടെത്തിയത്. തീരപ്രദേശങ്ങളിലൂടെ മയക്കുമരുന്ന് കടത്താനും ഒളിപ്പിക്കാനും അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ സഹായത്തോടെയാണ് സംഘം പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. സംഘത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ആരോപി അന്വേഷിക്കുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയാനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും ശക്തമായ നടപടികൾ തുടരുമെന്നും ആരോപി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു സംഭവത്തിൽ രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 15 പേർ മുസന്തമിൽ പിടിയിലായി. ദിബ്ബ, ബുഗ വിലായത്തുകളിൽ പിടിയിലായ ഇവരും ഏഷ്യൻ പൗരന്മാരാണ്. മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരായും നിയമ നടപടികൾ ആരംഭിച്ചതായും ആരോപി അറിയിച്ചിട്ടുണ്ട്.
മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ സ്കൂളുകൾക്ക് ശൈത്യകാല അവധിയായതോടെ മക്കയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു. കൂടുതൽ ആഭ്യന്തര തീർത്ഥാടകർ കൂടി എത്തിയതോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിലും വർധനവുണ്ടായി. പകർച്ചവ്യാധികൾ വർദ്ധിച്ചതോടെ മുൻകരുതൽ എടുക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ശരത്കാല സ്കൂൾ അവധിയും വാരാന്ത്യാവധിയും എത്തിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കയിലെത്തിയത് റെക്കോർഡ് സന്ദർശകർ. വിശ്വാസികളാൽ ഹറം നിറഞ്ഞതോടെ ഉംറ കർമ്മങ്ങളായ തവാഫും സഅയും പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയവും വർദ്ധിച്ചു. എന്നാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഹാജിമാർക്കൊക്കെ മറ്റുള്ള ഈ വൈറൽ പനി പോലത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് നല്ല ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന വയസ്സായ ആളുകൾക്ക് ഈ കഫക്കെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, പ്രത്യേകിച്ചും വയസ്സായ ആളുകൾ, മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്ത് നല്ല ക്ലിയറാക്കി കെയർ ചെയ്ത് പോരാൻ ശ്രമിക്കുക. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി വിവിധ പകർച്ചാരോഗങ്ങളും വ്യാപകമായി ഉണ്ട്. തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹറം പള്ളിയിൽ പ്രവേശിക്കുന്നവർ മാസ്ക് ധരിക്കാനും നിർദ്ദേശമുണ്ട്. കൂടുതൽ സന്ദർശകർ എത്തിയതോടെ ഹോട്ടലുകളുടെയും താമസ കെട്ടിടങ്ങളുടെയും നിരക്കും വലിയ തോതിൽ ഉയർന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരെത്തും. സാബിത് സലീം, മീഡിയ 1 മക്ക. ഭാര്യയോടൊപ്പം ഉംറ നിർവഹിക്കുന്നതിനിടെ ആലുവ സ്വദേശി ഹറമിൽ കുഴഞ്ഞു വീണു മരിച്ചു. ചേരോടത്ത് വീട്ടിൽ സലീമുദ്ദീനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഭാര്യയും 2 മക്കളുമൊത്ത് ഉംറ നിർവഹിക്കാൻ എത്തിയതായിരുന്നു. നാളെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. വെൽഫെയർ പാർട്ടി പ്രാദേശിക നേതാവായിരുന്ന ഇദ്ദേഹം 20 വർഷത്തോളം ജിദ്ദയിൽ പ്രവാസിയായിരുന്നു. ഏതാനും വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത്. നടപടികൾ പൂർത്തിയാക്കി മക്കയിൽ കബറടക്കം നടത്തും. ഒമാനിൽ പുരാവസ്തു സീസൺ ആരംഭിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയം. സീസണിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇറ്റാലിയൻ സംഘം നഗ്ലയിലെയും വാദി അൽ മാവിലെയും വിലായത്തുകളിൽ ഖനനം ആരംഭിച്ചു. ഒമാന്റെ ചരിത്രപരമായ തെളിവുകൾ രേഖപ്പെടുത്തുന്നതിനും പുരാവസ്തു ഗവേഷണത്തിനുള്ള ഒരു പ്രാദേശിക കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സീസൺ. ഈ വർഷത്തെ സീസണിൽ സർവേ, പര്യവേക്ഷണ പദ്ധതികൾ, ലബോറട്ടറി വിശകലനങ്ങൾ, 3D ഡോക്യുമെന്റേഷൻ, ദേശീയ ഫീൽഡ് പരിശീലന പരിപാടികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. സീസണിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാപ്പിയൻസ് സർവകലാശാലയിലെ ഒരു ഇറ്റാലിയൻ ശാസ്ത്രദൗത്യം നഗ്ലിലെയും വാദി അൽ മാവിലെയും വിലായത്തുകളിലെ പുരാവസ്തു സ്ഥലങ്ങളിൽ ഖനനം ആരംഭിച്ചിട്ടുണ്ട്. BC 3 പുരാവസ്തു അവശിഷ്ടങ്ങൾ ഈ ദൗത്യം കണ്ടെത്തിയിട്ടുണ്ട്. 77-ലധികം പുരാവസ്തു അവശിഷ്ടങ്ങൾ രേഖപ്പെടുന്ന സർവേകളും നടത്തിയിട്ടുണ്ട്. ഇവ വെങ്കല, ഇരുമ്പ് യുഗങ്ങളിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ കാണിക്കുന്നതാണ്. കണ്ടെത്തിയ പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിനായി സീസണിന്റെ അവസാനത്തിൽ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾക്കെതിരെ ശക്തമായ പരിശോധന നടത്തുമെന്ന് അറിയുന്നു. സംശയാസ്പദമായ സർവകലാശാലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളുള്ള ജീവനക്കാരുടെ പട്ടിക 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നാണ് സിവിൽ സർവീസ് കമ്മീഷൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെയും സ്വകാര്യ മേഖലയുടെയും ജീവനക്കാരുടെ വിദ്യാഭ്യാസ രേഖകൾ പ്രത്യേക സമിതി സൂക്ഷ്മമായി പരിശോധിക്കും. വ്യാജരേഖയെന്ന് തെളിഞ്ഞാൽ ജീവനക്കാരനെ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമലംഘകർക്ക് 5 വർഷം വരെ തടവും 1000 മുതൽ 10,000 ദിനാർ വരെ പിഴയും കൂടാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടലും നേരിടേണ്ടി വരും. കുവൈത്തിലെ സ്വകാര്യ പാർപ്പിട മേഖലകളിലെ ബാച്ചിലർ താമസത്തിനെതിരെ അധികൃതർ നടപടി ശക്തമാക്കി. ജലീബിലെ പഴക്കം ചെന്ന 67 കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് പ്രവാസി ബാച്ചിലർമാർ മാറുന്ന പ്രവണത ഉയർന്നതായി അധികൃതർ അറിയിച്ചു. വൈദ്യുതി, ജല മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത്. ഗൈത്താൻ, ഫിർദൌസ്, അനിലൂസ്, റാബിയ, ഒമറിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നിരവധി പേർ മാറിയതായി മുനിസിപ്പാലിറ്റി കണ്ടെത്തി. ഗൈത്താനിൽ നടത്തിയ റെയ്ഡിൽ 14 കെട്ടിടങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കുകയും 34 പ്രോപ്പർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബാച്ചിലർ താമസം നിരോധിച്ച സ്വകാര്യ മേഖലകളിൽ തുടർച്ചയായ പരിശോധനയ്ക്കായി പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ സുരക്ഷാ ക്യാമറകളുടെ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി 76 ഉദ്യോഗസ്ഥരെ പ്രത്യേക ചുമതലയിലേക്ക് ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. സുരക്ഷാ ക്യാമറ നിയമവും പരിശോധനാ നിയമ ഭേദഗതിയും അനുസരിച്ചാണ് 1ാം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ ഈ ഉദ്യോഗസ്ഥർക്ക് സ്ഥാപനങ്ങൾ പരിശോധിക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്താനും അധികാരം ലഭിക്കും. ലംഘനവുമായി ബന്ധപ്പെട്ട് വസ്തുക്കൾ പിടിച്ചെടുക്കാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറാനും ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്തെ സുരക്ഷാ നിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു.
കുവൈത്തിൽ മനുഷ്യക്കടത്തും അനധികൃത കുടിയേറ്റവും തടയുന്നതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി അറ്റോർണി ജനറൽ സാദ് അൽ സഫറാൻ പ്രഖ്യാപിച്ചു. മനുഷ്യക്കടത്ത് കേസുകളുടെ അന്വേഷണവും ഇരകളുടെ സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ യൂണിറ്റ് ലക്ഷ്യമിടുന്നത്. വിവിധ പ്രോസിക്യൂഷൻ വകുപ്പുകളിൽ നിന്നുള്ള വിദഗ്ധ ഉദ്യോഗസ്ഥരാണ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മനുഷ്യക്കടത്ത് കേസുകൾക്കായി ദേശീയ ഡാറ്റാബേസ് ഒരുക്കിയ റിപ്പോർട്ടുകൾ നിശ്ചിത ഇടവേളകളിൽ അറ്റോർണി ജനറലിന് സമർപ്പിക്കുമെന്നും അറിയിച്ചു. ഒമാന്റെ കാലാവസ്ഥ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങിത്തുടങ്ങി. തണുത്ത രാത്രികൾ ആഘോഷമാക്കാൻ പ്രവാസികൾ കൂടുതലായും തെരഞ്ഞെടുക്കുന്നത് മരുഭൂമികൾ തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിളാണ്. 4.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. ഒമാന്റെ രാത്രികൾ കൂടുതൽ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. പകലിലും വലിയ ചൂടില്ല. വൈകുന്നേരങ്ങൾ കൂടുതൽ തണുത്തതോടെ ക്യാമ്പിങ്ങിനും മറ്റുമായി കുടുംബങ്ങളും കൂട്ടായ്മകളും പുറത്തിറങ്ങി തമ്പടിക്കുന്നത് കാണാം. മരുഭൂമിയിൽ ചെന്ന് ടെന്റ് കെട്ടി രാത്രി ചെലവഴിക്കുന്നവരും മരുഭൂമികളിൽ തന്നെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നവരും ധാരാളമുണ്ട്. വീക്കെൻഡുകളിൽ കുടുംബങ്ങൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് മരുഭൂമികൾ തന്നെയാണ്. സ്വദേശി ഗൈഡുകളെയാണ് പല പ്രവാസി കൂട്ടായ്മകളും മരുഭൂമി ട്രിപ്പിന് ആശ്രയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിളാണ്. 4.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. സുൽത്താനറ്റിൻ്റെ മറ്റു ഭാഗങ്ങളിലും താരതമ്യേന കുറഞ്ഞ താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഫഹൂദിലും അൽമസ്യൂനയിലും 11.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ യാങ്കൂളിൽ 12.2ഉം തുമ്രൈത്തിൽ 12.5 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. തണുപ്പ് കൂടുതൽ ശക്തമാവുന്ന വരും മാസങ്ങളിൽ ഒമാനിലുടനീളം ടൂർണമെൻറ്റുകളും സജീവമാകും. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ ശൈത്യകാലം ഡിസംബർ 6-ന് ആരംഭിക്കുമെന്ന് അൽ ഒജൈറി സയന്റിഫിക് സെന്റർ അറിയിച്ചു. 39 ദിവസം നീളുന്ന സീസൺ 3 ഘട്ടങ്ങളായാണ് അനുഭവപ്പെടുക. ഡിസംബർ 21-ന് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുമെന്നാണ് പ്രവചനം. തെളിഞ്ഞ ആകാശവും വടക്ക് പടിഞ്ഞാറൻ കാറ്റും കാരണം ഈർപ്പം കുറയുകയും ദൂരക്കാഴ്ച മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പകൽ താപനിലയിൽ നേരിയ കുറവ് അനുഭവപ്പെടും. എന്നാൽ രാത്രികളിൽ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. മക്ക പ്രവിശ്യയിലെ ത്വായിഫിന്റെ ചില ഭാഗങ്ങളിൽ ഹിൽ സ്റ്റേഷനുകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജീസാൻ, അസീർ, അൽബഹ മേഖലകളിലെ ഹിൽ സ്റ്റേഷനുകളിലും മുന്നറിയിപ്പുണ്ട്. കിഴക്കൻ മേഖലയിലും രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. യാത്രക്കാർക്ക് ട്രാഫിക് വിഭാഗം ജാഗ്രതാ നിർദ്ദേശം നൽകി. യാത്രക്കാർക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. സൗദി ദേശീയ അഴിമതി വിരുദ്ധ നിരീക്ഷണ അതോറിറ്റിയായ അസാഹ നവംബർ 5 മന്ത്രാലയങ്ങളിൽ നിന്നുള്ള 371 ജീവനക്കാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. 113 പേരെ അറസ്റ്റ് ചെയ്യുകയും ചിലരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. അഴിമതി, കൈക്കൂലി, ഔദ്യോഗിക അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങളിലാണ് അന്വേഷണം. പ്രതിരോധം, ആഭ്യന്തരം, മുനിസിപ്പാലിറ്റി, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മന്ത്രാലയങ്ങളിൽ നിന്നുള്ളവരാണ് കുറ്റാരോപിതർ. അന്വേഷണം തുടരുകയാണെന്ന് നസാഹ അറിയിച്ചു. കുവൈത്തിലെ 5th റിംഗ് റോഡിലെ പ്രധാന ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ ഇന്ന് രാത്രി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഗതാഗതം കൂടുതൽ സുഗമമാവുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അൽസുറയിൽ നിന്ന് 5th റിംഗ് റോഡിലേക്കുള്ള സർവീസ് റോഡും അൽസലാം പ്രദേശത്തെ ദമസ്കസ് സ്ട്രീറ്റിൽ നിന്ന് 5th റിംഗിലേക്കുള്ള വെർട്ടിക്കൽ ടേണും വീണ്ടും തുറക്കും. ദമസ്കസ് സ്ട്രീറ്റിലെ പ്രധാന പാലം, സാൽമിയയിൽ നിന്ന് ദമസ്കസ് സ്ട്രീറ്റിലേക്കുള്ള ഫ്രീ റൈറ്റ് ടേൺ, തുർത്തുബയിൽ നിന്ന് 5th റിംഗ് റോഡിലേക്കുള്ള ഫ്രീ റൈറ്റ് ടേൺ എന്നിവയും പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് വകുപ്പ് അറിയിച്ചു. UAE-യിലെ അജ്മാനിൽ നടക്കുന്ന ICC മെൻസ് അണ്ടർ 19 പ്രീമിയർ കപ്പിൽ UAE ചാമ്പ്യന്മാർ. ഫൈനലിൽ നേപ്പാളിനെ 27 റൺസിന് തോൽപ്പിച്ചാണ് UAE ജേതാക്കളായത്. അജ്മാനിലെ കാർവാൻ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ നേപ്പാൾ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 45.5 ഓവറിൽ UAE-യെ 147 റൺസിന് ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു. എന്നാൽ നേപ്പാളിനെ 33.2 ഓവറിൽ 120 റൺസിൽ ഒതുക്കി UAE. ACC അണ്ടർ 19 പ്രീമിയർ കപ്പിലെ 3ാം സ്ഥാനത്തിനായുള്ള ഒമാനെതിരെയുള്ള മത്സരത്തിൽ മലേഷ്യ ജയിച്ചു. 74 റൺസിനാണ് ടീം ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത മലേഷ്യ 49 ഓവറിൽ 212 റൺസ് നേടി. എന്നാൽ
ഒമാന്റെ പോരാട്ടം 48.1 ഓവറിൽ 138 റൺസിലേ എത്തിയുള്ളൂ. ഇതോടെ 2025 ACC അണ്ടർ-19 പുരുഷ ഏഷ്യ കപ്പിൽ UAEക്കും നേപ്പാളിനുമൊപ്പം മലേഷ്യയും ഇടന്നു. മസ്കത്തിലെ KMCC പരിപാടിയിൽ നാട്ടിൽ നിന്നൊരു അതിഥി എത്തി. എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി. മൈക്ക് കയ്യിലെടുത്ത് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. പഴയ ആ പ്രവാസിയുടെ വാക്കുകൾ കേട്ട് സദസ്സ് കരഞ്ഞുപോയി. എന്താണ് അതിന് കാരണം? ആ കഥയറിയാം. മെയ് 21 അന്നാണ് അത് സംഭവിക്കുന്നത്. കോഴിക്കോട് പയ്യോളി സ്വദേശി കുഞ്ഞബ്ദുള്ളയും സഹോദരന്മാരും സഞ്ചരിച്ച ജീപ്പിന് മീതെ വഴിയരികിൽ നിന്ന് തണൽ മരം കടപുഴകി വീണു. വാഹനത്തിലുണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ളക്ക് സാരമായി പരിക്ക് പറ്റി. ഒരു വടി നടുകെ ഒടിഞ്ഞതുപോലെയായിരുന്നു കുഞ്ഞബ്ദുള്ളയുടെ ശരീരം. 48 മണിക്കൂറാണ് ഡോക്ടർമാർ കുഞ്ഞബ്ദുള്ള ജീവൻ നിലനിൽക്കുമെന്ന് പ്രവചിച്ചത്. പക്ഷേ ജീവൻ നിലനിന്നു. കോഡ്രിക് പ്ലേജിക് അവസ്ഥയിൽ, അതായത് കഴുത്തിന് താഴെ നിശ്ചലമായി. വീണു പോകുമ്പോൾ ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ചില മനുഷ്യർ അത്ഭുതം കാണിക്കാറുണ്ട്. കൈവിരൽ പോലും ചലിപ്പിക്കാനാവാത്തിടത്തുനിന്നാണ് 5 ബുക്കുകൾ ഈ മനുഷ്യൻ എഴുതി തീർത്തത്. വായന പിന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വായിക്കുന്നത് മൗദൂദിയുടെ പരിഭാഷയാണ്. അത് ഉമ്മർ കോയ എന്ന് പറഞ്ഞ കൊപ്ര കച്ചവടക്കാരുടെ സുഹൃത്താണ് സമ്മാനിക്കുന്നത്. അതിലൂടെയാണ് ഖുർആനിലൂടെ ഞാൻ ഒരുപാട് വായിച്ചത്. അർത്ഥത്തോടെ വായിച്ചപ്പോൾ പടച്ചോനി ഈ പരീക്ഷണം തന്നതിൻ്റെ ഈ ശിക്ഷയല്ല, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ആ പരീക്ഷണത്തിന് സ്വമേധയാ ഏറ്റെടുത്തു. അതിന് പൂർണ്ണ പിന്തുണ പ്രിയപ്പെട്ടവർ, എൻ്റെ കൈയും കാലും ചലന സാന്ദ്രവും അതിനപ്പുറം ജീവവായുവായ പ്രിയപ്പെട്ടവർ പ്രാണൻ ഏറ്റെടുത്തു. എല്ലാ സപ്പോർട്ടും കിട്ടി. ജീവിതം വീൽചെയറിലായവർക്ക് മനക്കരുത്ത് നൽകാൻ വീൽചെയർ ഉരുട്ടി കുഞ്ഞബ്ദുള്ള എത്താത്ത ഇടമില്ല ഇന്ന്. അന്ന് പ്രവാസിയായിരുന്നെങ്കിൽ ഇന്ന് പ്രവാസ ലോകത്തെത്തുന്നത് അതിഥിയായാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറക്കുകയാണ്. അപ്പോൾ പേനയുണ്ട്, മുമ്പിൽ പേപ്പറുണ്ട്. ഒരു ഉൾവിളി പോലെ എന്നോട് പറയും, എഴുതൂ. പഠിച്ചോണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ എഴുതാനാ? എൻ്റെ വിരലുകളൊക്കെ നീ തളർത്തിയില്ലേ? വീണ്ടും ഒരു ഉൾവിളി വരികയാണ്, എഴുതൂ. അങ്ങനെ പേനെടുത്ത് തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടക്കം അങ്ങനെയാണ്. പിന്നെ പുസ്തകങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതണമെന്നുള്ളൊരു ത്വര തന്നെ. പലരെ കൊണ്ട് എഴുതിച്ചു. പിന്നെയാണ് ഞാൻ ഈ സ്വന്തം എഴുതി പഠിക്കുന്നത്. അന്നൊരക്ഷരം എഴുതാൻ ദിവസങ്ങളും മാസങ്ങളും എടുത്തിരുന്നു. പിന്നെ എഴുത്ത് എൻ്റെ തലച്ചോറ് പറയുന്ന പോലെ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വരുന്നത് വരെ നിരന്തര എഴുത്തായിരുന്നു. തൻ്റെ പാതിക്ക് അപകടം സംഭവിക്കുമ്പോൾ റുക്കിയക്കന്ന് 28 വയസ്സാണ് പ്രായം. കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരും റുക്കിയോട് പറഞ്ഞത് നല്ലതുപോലെ ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുക്കാനാണ്. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. അന്ന് റുക്കിയെടുത്ത തീരുമാനമാണ് അക്ഷരങ്ങളിലൂടെ നടക്കാൻ, ലോകം കാണാൻ ആ മനുഷ്യനെ പ്രാപ്തനാക്കിയത്. ഒരു നിഴലായി, തണലായി കഴിഞ്ഞ 32 വർഷമായി ആ വീൽ ചെയർ പിടിക്കപ്പുറം റുക്കിയുണ്ട്. അള്ളാഹു അറിയൂ, എനിക്ക് എന്തായാലും എന്തെങ്കിലും അള്ള ഒരു ഗുണം വെക്കും ഏതെങ്കിലും കാലം. ഇല്ലെങ്കിലും അഥവാ ഇനിയിപ്പം നാട്ടിൽ കഷ്ടപ്പാടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടുമല്ലോ എന്നൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അല്ലാണ്ട് ഇട്ടേച്ച് പോകാൻ എനിക്ക് ആകൂലായിരുന്നു. കാരണം ഇത്രയും അവശനായ ഒരു മനുഷ്യനെ ഞാനും കൂടി ഇട്ടേച്ച് പോയാൽ പിന്നെ അതൊരു വല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യനോട് ഏറ്റവും ചെയ്യുന്ന ഒരു ക്രൂരത അല്ലേ. KMCC പരിപാടിയിൽ അതിഥിയായാണ് കുഞ്ഞബ്ദുള്ള എന്ന എഴുത്തുകാരൻ മസ്കത്തിലെത്തിയത്. ഇനി യാത്ര സൗദിയിലേക്കാണ്. 5 പുസ്തകങ്ങളാണ് എഴുതി തീർത്തത്. എഴുതാൻ കൈകൾ ഇനിയും വെമ്പുന്നുണ്ട്. എനിക്കൊരു വിദ്യാഭ്യാസമില്ല. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ, പക്ഷെ എനിക്ക് നിർബന്ധം കുട്ടികളെ പഠിപ്പിക്കണം. എന്തായാലും ഭർത്താവിന് കച്ചവടമൊന്നും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആവതില്ല. അപ്പം കുട്ടികളെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. നമ്മൾ സാമ്പത്തികമായി എല്ലാവരും നല്ല നിലയിലായിരിക്കും, നമ്മളെപ്പാട് താണവും പിന്നെ നമ്മൾ മോശത്തിലേക്ക് പോകുന്നുള്ള ചിന്ത വന്നപ്പോൾ കുട്ടികളെങ്കിലും പഠിപ്പിക്കാന്നുള്ള ഒരു ലെവലിലെത്തിയപ്പം കുട്ടികളെ പഠിപ്പിച്ചെങ്ങനെയോ സ്ഥലം വിറ്റ്, സ്ഥലമില്ലെങ്കിലും കുട്ടികൾ പഠിച്ച്. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാൻ, ഇവളെ ഭർത്താവ് വാങ്ങിച്ചിട്ടുണ്ടേ കിടക്കുന്നു, കുറച്ച് ഭൂമിയുള്ള അതും വിറ്റ്, ഇവളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. പക്ഷേ അൽഹംദുലില്ലാ അതെല്ലാം അന്ന് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ജോലിയായി. പഴയ പ്രവാസിയുടെ പുതിയ രൂപത്തിൽ നിരാശയല്ല കൂട്ടുകാർക്കുള്ളത്. ഒന്നിനും ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പ്രചോദനത്തിൻ്റെ തീയാവുന്ന ഒരു മനുഷ്യനെ അവർ മുന്നിൽ കാണുകയാണ്. ആ വാക്കുകളെ ഹൃദയം കൊണ്ട് വായിക്കുകയാണ്. അതുകൊണ്ടാവണം സദസ്സ് കരഞ്ഞുപോയത്. മീഡിയ 1
മസ്കത്ത്. സൗദി ദമാമിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ഹാർമോണീസ് കേരള 2ാം പതിപ്പിന്റെ ലോഞ്ചിംഗ് സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ ബിസിനസ്, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ സാന്നിധ്യത്തിൽ പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഗായകൻ MG ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തവണ ഹാർമോണീസ് കേരളയ്ക്ക് ശ്രുതി പകരും. സൗഹൃദ പെരുമഴയായി ഗൾഫ് മാധ്യമം ഹാർമോണീസ് കേരള വീണ്ടും ദമാമിന്റെ മണ്ണിൽ എത്തുന്നു. പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ലോഞ്ചിങ്ങും സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ ബിസിനസ്, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ കരഘോഷം മുഴക്കി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗൾഫ് മാധ്യമം ബിസിനസ് ഹെഡ് മുഹമ്മദ് റഫീഖ് പരിപാടിയെ പരിചയപ്പെടുത്തി. ഹാർമോണീസ് കേരള കുറച്ചുകൂടി വ്യത്യസ്തമാവുന്നത് അതിൻ്റെ ഒരു സോൾഫുൾനെസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവ് കൊണ്ടാണ്. ആളുകളെ ഇഴചേർത്ത് ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്ന ആത്മാവുള്ളൊരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഒരു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ഇപ്പോൾ ദമാമിൽ ഇന്നത്തെ പരിപാടിയിലും ഞങ്ങൾ സോഷ്യോ പൊളിറ്റിക്കൽ രംഗത്തൊക്കെയുള്ള ബിസിനസ് രംഗത്തൊക്കെയുള്ള പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഈ ഇവന്റിലൂടെ നടന്നത്. എല്ലാ ജനറേഷനെയും ഉൾക്കൊള്ളുന്ന, ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പരിപാടി തന്നെയായിരിക്കും. പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഓർക്കാൻ കഴിയുന്ന കുറച്ച് മൊമെന്റ്സ് കൂടി ഹാർമോണീസ് കേരളയുടെ പ്രത്യേകതയായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിപാടിയുടെ ടിക്കറ്റ് ലോഞ്ചിങ്ങും നടത്തി. മേഴ്സി കോർപ്പ് പ്രതിനിധി അബ്ദുറഹ്മാൻ മാഹീൻ ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി. മുഹമ്മദ് അനസ്, ഷിബു മുരളി, അബ്ദുൽ ഹമീദ് കൊണ്ടോട്ടി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഡിസംബർ 26 ദമാം സ്പോർട്സ് സിറ്റിയിലെ ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി. ഗായകൻ MG ശ്രീകുമാർ, ചലച്ചിത്ര നടി പാർവതി തിരുവോത്ത്, നടൻ അർജുൻ അശോകൻ, ഗായകരായ നിത്യമാമൻ, ഷിഗ പ്രഭാകരൻ, ലിബിൻ സക്കറിയ, ഗോകുൽ ഗോപകുമാർ, ഡാൻസർ റംസാൻ മുഹമ്മദ്, സിദ്ദീഖ് റോഷൻ തുടങ്ങിയവർ ഹാർമോണീസ് കേരളയെ സമ്പന്നമാക്കും. ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സലീം അമ്പലൻ, റെസിഡന്റ് മാനേജർ സലീം മാഹി, ഗൾഫ് മാധ്യമം കോർഡിനേഷൻ ചെയർമാൻ KM ബഷീർ, തനിമ പ്രസിഡന്റ് അൻവർ ഷാഫി, AK അസീസ്, റഷീദ് ഉമർ എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 ദമാം. അൽമിദ്ദസ ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ പുതിയ ഷോറൂം ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ബ്രാൻഡുകളുടെ മിഠായികളും ഫുഡ് സ്റ്റഫുകളും മൊത്തമായും ചില്ലറയായും ഇവിടെ ലഭ്യമാകും. ജിദ്ദ അൽ ഗുംറയിലാണ് പുതിയ ഷോറൂം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗ്രൂപ്പിന്റെ ബ്രാഞ്ചുകൾ എത്തും. ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ വിപുലമായ ശേഖരണവുമായി വിശാലമായ ഷോറൂമിനാണ് ജിദ്ദയിലെ അൽ ഖുംറ ദവാർ നുജൂമിൽ തുറക്കമായത്. ചെയർമാൻ മുഹമ്മദ് ഷമീർ ചെറലിന്റെ സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഉമർ ഇബ്രാഹിം അൽ സുഹൈബി ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയുടെ പരമ്പരാഗത ആഘോഷ പരിപാടികളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഹോൾസെയിൽ, റീറ്റെയിൽ വ്യാപാരികൾക്ക് ഏറ്റവും വിലക്കുറവിൽ ലോകോത്തര ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതാണ് അൽ മിദ്ദസിന്റെ പ്രത്യേകത. ഗൾഫിൽ പ്രമുഖമായിട്ടുള്ള റൂഖ് അബ്സയുടെ സൗദിയിലെ ഔദ്യോഗിക വിതരണക്കാരാണ് കമ്പനി. വിപണന രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അൽ മിദ്ദസ് റിയാദ്, ദമാം ബ്രാഞ്ചുകൾക്ക് ശേഷമാണ് ജിദ്ദയിലെത്തുന്നത്. UAEയിലും ഗ്രൂപ്പിന് ശാഖകളുണ്ട്. വിഷൻ 2030ന്റെ ഭാഗമായി സൗദിയിലെ പ്രധാന നഗരങ്ങളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനാണ് പദ്ധതി. അലി അക്ബർ ചരലിൽ, നൌഷാദ് മുഴുവൻകൂട്ടിൽ, അബ്ദുറഹ്മാൻ കൈറ്റിങ്ങൽ, ഹസൻ ആലിക്കൽ തുടങ്ങിയവരും വ്യവസായ വാണിജ്യ രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ ഇരുഹറം ജനറൽ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ച് ലുലു ഗ്രൂപ്പ്. ഇതിനായുള്ള കരാറിന് കഴിഞ്ഞ ദിവസം ധാരണയായി. തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്ന ജീവനക്കാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. മക്ക മദീന ഇരുഹറം പരിപാലന ജനറൽ അതോറിറ്റിയുമായാണ് കരാറിന് ധാരണയായത്. അതോറിറ്റിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ലുലു സ്റ്റോറുകളിൽ പ്രത്യേക ഇളവുകൾ ലഭ്യമാകും. ജനറൽ അതോറിറ്റി ഷെയർഡ് സർവീസസ് സെക്ടർ വൈസ് പ്രസിഡന്റ് ഐമാൻ ബിൻ അബ്ദുറഹ്മാൻ അൽ ജുനൈദിയും ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതോറിറ്റി ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻസ് പ്രതിനിധികളായ അഹമ്മദ് ബിൻ സൽമാൻ അൽ ഹസ്മി, ഹോസം ബിൻ വഹീദ് മോർസി എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. സൗദിയിലെ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും അതോറിറ്റി ജീവനക്കാർക്ക് ഷോപ്പിംഗ് ഇളവുകൾ ലഭ്യമാകും.
ഇരുഹറമുകളിലും എത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന അതോറിറ്റി ജീവനക്കാരോടുള്ള ആദരസൂചകമായാണ് പുതിയ പദ്ധതി. വരും ദിവസങ്ങളിൽ മക്കയിലും മദീനയിലുമായി 4 പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മീഡിയ 1 റിയാദ്. ഒമാനിലെ സമസ്ത ഇസ്ലാമിക് സെന്റർ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന 100ാം വാർഷിക പ്രചാരണ സമ്മേളനം ഖദറയിൽ നടന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SIC ഒമാൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അൻവർ ഹാജി അധ്യക്ഷനായി. പാണക്കാട് സയ്യിദ് സാബിത്ത് അലി ഷിഹാബ് തങ്ങൾ, ഇബ്രാഹിം പൈസി പേരാൽ എന്നിവർ സംസാരിച്ചു. ദുബൈയിലെ സ്വാതന്ത്ര്യം കൂട്ടായ്മ സംഘടിപ്പിച്ച യുവജനോത്സവത്തിൽ ഷാർജയിലെ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ 1ാം സ്ഥാനം നേടി. ഷാർജ ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 1800-ലേറെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കലാപ്രതിഭയായി ആരുഷ് നിതിൻ രാജനും കലാതിലകമായി ജ്യൂസാനിയ ജിബിനും തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദിയിൽ പുരുഷ വസ്ത്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാഷൻ ബ്രാൻഡായ നോർത്ത് പസഫിക്കിന്റെ 10ാമത് ഷോറൂമിന് റിയാദിൽ തുടക്കമായി. ബത്ത മെട്രോ സ്റ്റേഷന് സമീപമാണ് പുതിയ ഷോറൂം. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നം എളുപ്പത്തിൽ ഉപഭോക്താവിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ലഭ്യമാക്കി. സൗദിയിലെ മുൻനിര പുരുഷ ഫാഷൻ ബ്രാൻഡുകളിലൊന്നാണ് നോർത്ത് പസഫിക്. 15 വർഷമായി സൗദി വിപണിയിൽ സജീവമാണ് കമ്പനി. തലസ്ഥാനമായ റിയാദിൽ 10ാമത്തെ ഷോറൂമിനിപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ബ്രാൻഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ്, പാർട്ട്ണർ സിദ്ദീഖ് ഇർഷാദ്, സെയിൽസ് മാനേജർ ഫർഹാൻ, ബ്രാഞ്ച് മാനേജർ അഫ്വാൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. ഇത് ഞങ്ങളുടെ 10ാമത്തെ ഷോറൂമാണ്. ഞങ്ങൾ ദമാം, റിയാദ്, ജിദ്ദ, ഇപ്പം പുതിയതായിട്ട് റിയാദിലെ ഔട്ട്ലെറ്റ് ഇപ്പം മെട്രോ റിയാദിൻ്റെ അടുത്ത് ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ് പുതിയതായിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിനെ അനുസരിച്ചിട്ട് അതിന് വേണ്ടി ഒരുപാട് ഞങ്ങളുടെ ഓഫേഴ്സ് എല്ലാം അവിടെ ഉണ്ട്. ഇത് മെൻസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമാണ്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളായിട്ട് ഓൺ പ്രൊഡക്ട്സാണ്. മെൻസിൻ്റെ ജീൻസും മെൻസിൻ്റെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ മെൻസിൻ്റെ എല്ലാ ഐറ്റംസും ഞങ്ങളെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റിയിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യലില്ല. ബത്ത മെട്രോ സ്റ്റേഷന് സമീപമാണ് പുതിയ ഷോറൂം. ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഇനി മുതൽ ഷോറൂമിലെത്താം. മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് ലക്ഷ്യം. ഞങ്ങളെ മോട്ടീവ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദി ട്രെൻഡ്, അതായത് ക്വാളിറ്റിയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിനനുസരിച്ചിട്ട് ട്രെൻഡിങ് സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുണ്ടാവും. അൽഹംദുലില്ലാ 15 കൊല്ലമായി മാർക്കറ്റിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. കസ്റ്റമറിൻ്റെ നല്ല വെറൈറ്റി സാധനമാണ്. കഴിഞ്ഞ 15 വർഷമായി സൗദി വിപണിയിൽ സജീവമായ നോർത്ത് പസഫിക് സ്റ്റൈലിന്റെയും ഗുണമേന്മയുടെയും വിലക്കുറവിന്റെയും സമന്വയം കൊണ്ടാണ് ഉപഭോക്താക്കളുടെ വിശ്വാസം സ്വന്തമാക്കിയത്. ഔദ്യോഗിക വസ്ത്രങ്ങൾ, കാഷ്വൽ കളക്ഷനുകൾ, സീസണൽ ഫാഷൻ ട്രെൻഡുകൾ, ആക്സസറികൾ തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ വിപുലമായ ഉൽപ്പന്ന ശേഖരം നോർത്ത് പസഫിക്കിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ലഭ്യമാക്കി. ഫാഷൻ ട്രെൻഡുകൾ, ഉയർന്ന ഗുണനിലവാരം, സൗഹൃദപരമായ വില എന്നിവയാണ് നോർത്ത് പസഫിക് ഷോറൂമുകളുടെ പ്രത്യേകത. മീഡിയ 1 റിയാദ്.